ഇനി ഇതിൽ തന്നെ വെള്ളത്തിനോട് ബന്ധപ്പെട്ട് വേറെ ഈ അണുക്കളൊക്കെ പോലെ തന്നെ മറ്റു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് വെള്ളത്തിൻ്റെ pH വ്യത്യാസം എന്തുമാത്രം ഉണ്ടെന്നുള്ളത്. ഈ pH വ്യത്യാസം ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് pH സാധാ ഒരു ഇപ്പോൾ നമ്മൾ നീരാവിയാണ് pH എന്ന് പറഞ്ഞാൽ 0 മുതൽ 14 വരെയുള്ള ഒരു നമ്പേഴ്സിലാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. pH പൊതുവെ വെള്ളത്തിൻ്റെ ഹൈഡ്രോണിയം അയൺസിൻ്റെയും മറ്റുള്ളതും വെള്ളത്തിൽ ഉള്ളൊരു ഭാഗമാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് അഥവാ 7 pH ന്യൂട്രൽ pH എന്ന് പറയും. അതിന് താഴത്തോട്ട് പോകുമ്പോൾ വെള്ളം അസിഡിക് ആവും. ഓക്കെ, വെള്ളത്തിന് അമ്ല സ്വഭാവം ആസിഡ് സ്വഭാവം കൂടുകയും അതിന് മുകളിലോട്ട് പോകുമ്പോൾ 7 മുതൽ 14 അങ്ങോട്ട് പോകുമ്പോൾ വെള്ളത്തിന് ആൽക്കലി സ്വഭാവം ക്ഷാര സ്വഭാവം കൂടുകയും ചെയ്യുന്നു. നമ്മൾ നീരാവിയൊക്കെ ഉണ്ടല്ലോ, നീരാവിയുടെ pH ആണ് അല്ലെങ്കിൽ pH 7 ആണ് നമ്മൾ അതിൻ്റെ താഴെ. ഇപ്പോൾ സ്വാഭാവികം നമ്മൾ കിണറുകളിലൊക്കെ വെള്ളം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പ്രധാനമായിട്ടും കാണുന്നത് ഒരു pH 7 താഴെ ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ 7.5 താഴെ ആവാൻ 7.5 to ഒരു 6 റേഞ്ചിലൊക്കെ ആയിരിക്കും pH പൊതുവെ കാണും. ബോർവെല്ലിലാണെങ്കിൽ ഒരു കാരണം മിനറൽസും മെറ്റൽസൊക്കെ കുറച്ച് പൊതുവെ കൂടുതലായതുകൊണ്ട് തന്നെ ഒരു 6.8 മുകളിലോട്ട് ഒരു 7.5 7.8 വരെയൊക്കെ പൊതുവെ കോമൺ ആയിട്ട് വരാറുണ്ട്. ആൽക്കലൈൻ ആയിട്ടുള്ള വെള്ളമാണ് നമ്മൾ ശാരീരികമായിട്ടുള്ള സംവിധാനങ്ങൾക്ക് ഏറ്റവും നല്ലത്. ആൽക്കലൈൻ എന്ന് വെച്ചാൽ pH 7 മുകളിലുള്ള വെള്ളം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് മിനറൽസും മെറ്റൽസൊക്കെ വെച്ചുകൊണ്ട് നമുക്കത്. അപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ ഈ മഴക്കാലം കഴിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലത്ത് മറ്റുള്ള ഈ പറയുന്ന ചീഞ്ഞടക്കുന്ന സംഭവങ്ങളും അല്ലെങ്കിൽ ഇലകളും മറ്റുള്ളതൊക്കെ വീണ് എന്ത് ചെയ്യും, അതിലൊക്കെ ബാക്ടീരിയം അങ്ങനെ ആ ഒരു പ്രോസസ്സിലൂടെ ആ ഒരു പുളിക്കൽ പ്രോസസ്സ് എന്ന് പറയാം. വെള്ളത്തിന് pH കുറയാന്ന് വെച്ചാൽ വെള്ളത്തിന് പുളിപ്പ് കൂടുക എന്നുള്ളതാണ്. ഈ പുളിപ്പ് കൂടുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എന്ത് ചെയ്യും, അത് പെട്ടെന്ന് കേടൊന്നു പോകാൻ, അതുപോലെ തന്നെ വലഞ്ഞു പോകുമെന്നൊക്കെ പറയല്ലോ, അത് അങ്ങനെയുള്ള കേസുകളുണ്ടാവും. ഭക്ഷണ പദാർത്ഥങ്ങൾ മറ്റുള്ള നമ്മുടെ കറികളും മറ്റുള്ളതൊക്കെ വലഞ്ഞു പോകും. അതോടുകൂടെ തന്നെ അത് വേറെ രീതിയിൽ ശാരീരികമായിട്ട് നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങൾക്കും അത്ര അങ്ങ് സേഫല്ല. ലിവറിനോടൊക്കെ ബന്ധപ്പെട്ടുള്ള കുറേ റിസ്ക്കുകളും മറ്റുള്ളതൊക്കെ പലപ്പോഴും പല പഠനങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട് അതിന് അത്ര. അപ്പോൾ നമ്മളെപ്പോഴും നല്ലത് pH കൂട്ടി അഥവാ pH ഒരു 7 അല്ലെങ്കിൽ 7 കുറച്ച് മുകളിലോ നിൽക്കുന്ന ഒരു ആൽക്കലൈൻ കണ്ടീഷനിലുള്ള വെള്ളം ഉപയോഗിക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ വെള്ളം പരിശോധിക്കുകയാണെങ്കിൽ ആ വെള്ളം പരിശോധിച്ച് pH പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഗവൺമെൻറ് പറയുന്നത് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 6.5 മുതൽ 8.5 വരെയാണ്. ആ ലിമിറ്റിലാണെങ്കിൽ ജനറൽ കുഴപ്പങ്ങളൊന്നുമില്ല. അതിൻ്റെ 6.5 താഴത്തേക്കാണ് നിർബന്ധമായിട്ടും ഈ വെള്ളത്തിനെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതിലോട്ട് നമ്മൾ pH കൂട്ടാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. വളരെ ഈസിയാണ്, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യണമെങ്കിൽ. നമ്മളിപ്പോൾ ഈ നീറ്റിയിട്ട് കുമ്മായാക്കിയിട്ട് അത് ഒരു കിഴിയാക്കിയിട്ട് നമുക്ക് കെട്ടിത്തൂക്കാൻ പറ്റും. പൊതുവേ ഒരു എത്രയാണോ വെള്ളത്തിൻ്റെ അളവ് അതിനനുസരിച്ചിട്ടുള്ള അളവുകൾ ആണ് ഇത് കിഴിയാക്കിയിട്ട് കെട്ടി വെക്കേണ്ടത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലീച്ചിങ് പൗഡറാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അത് ബക്കറ്റിലോ കനുള്ള ബക്കറ്റിലോ മറ്റുള്ള വെള്ളത്തിൻ്റെ താഴത്തോ ഏറ്റവും ആഴത്തിലേക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ചെയ്യുന്നത് നമ്മൾ കിഴിയാക്കിയിട്ട് കെട്ടിത്തൂക്കുകയാണ് ചെയ്യേണ്ടത്. കുമ്മായം. അപ്പോൾ കുമ്മായം മാർക്കറ്റിൽ കുമ്മായമായിട്ടും അവൈലബിൾ ആണ്, കക്കയായിട്ട്. അതേ സമയത്ത് ഏറ്റവും നല്ലത് നീറ്റിയിട്ട് കുമ്മായാക്കി ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ ഫ്രഷ് ആയിരിക്കും, ഒന്നും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ pH 1-2 ആഴ്ചകൾക്കുള്ളിൽ പതിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. എങ്കിലോ എക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ബാക്ടീരിയ കൊല്ലാൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം എന്നുള്ള രീതിയിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒന്നുകിൽ അൾട്രാവയലറ്റ്, ഒരു പ്ലാന്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് സിസ്റ്റംസാണ്. അൾട്രാവയലറ്റ് എന്ന് പറയുമ്പോൾ ഈ അൾട്രാവയലറ്റ് റേസ് ബാക്ടീരിയകളുടെ എൻ്റർ ചെയ്ത് അതിലെ ഈ പറയുന്ന റെപ്ലിക്കേഷൻ പ്രോസസ്സിന്, ബാക്ടീരിയകളുടെ വിഭജനത്തിന് സഹായകമാവുന്ന രീതിയിൽ DNA റെപ്ലിക്കേഷനെ ബ്ലോക്ക് ചെയ്യുകയും, അങ്ങനെ DNA റെപ്ലിക്കേഷൻ ബ്ലോക്ക് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും സെൽ ഡിവിഷൻ ബാക്ടീരിയകൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനെ ആദ്യം എന്ത് ചെയ്യണം, അത് കോശ വിഭജനം സംഭവിക്കണം. ഈ റെപ്ലിക്കേഷൻ നടന്ന DNA 1 2 ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ
പറയുന്ന പ്രോസസ്സ് നടക്കില്ല. കോശവിഭജനം DNA രണ്ടായി അതിനിടയിൽ ഇതെന്ത് ചെയ്യും, UV ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ കോശവിഭജനം നടക്കില്ല. അങ്ങനെ ആകുമ്പോൾ സെൽ ഡിവിഷൻ നടക്കില്ല, കോശവിഭജനം നടക്കില്ല. കോശവിഭജനം നടന്നിട്ടില്ലെങ്കിൽ ബാക്ടീരിയകൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഒരു ഡിസിൻഫെക്ഷൻ സ്റ്റേജിലാണ് ബാക്ടീരിയകളെ ഇനാക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതേ സമയത്ത് പിന്നെ 100% ബാക്ടീരിയകളുടെ ഡിസിൻഫെക്ഷനും അതുപോലെ ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ പോലെയുള്ള പ്രോസസ്സുകളിലും മറ്റുള്ള 100% നമുക്ക് പിന്നെ കണ്ടെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള കുറച്ചും കൂടെ ഹെവി ആണെങ്കിലും ഓസോണേഷനാണ്. ഓസോണേഷൻ വളരെ പിന്നെ എഫക്റ്റീവാണ്. പക്ഷേ അതിനൊരു സിസ്റ്റം നമ്മളവിടെ ഒന്നും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പൊതുവേ ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് കമ്പനികളിലും അതുപോലെ തന്നെ ഇത്തരം സ്വിമ്മിംഗ് പൂളുകളിലും അതോടുകൂടെ തന്നെ നമുക്ക് ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിലൊക്കെയാണ് ഞങ്ങൾ കൂടുതലായിട്ടും ഇപ്പോൾ ഓസോണേഷൻ പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിലൊക്കെ ഈ STP TP എന്നൊക്കെ പറയില്ലേ, അതിനൊക്കെ ശേഷം ഉള്ള വെള്ളത്തിനെ നമുക്ക് ഇപ്പോൾ പുതിയ സിസ്റ്റത്തിൽ സീറോ ഡിസ്ചാർജ് എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോൾ ആ വെള്ളത്തിനെ ട്രീറ്റ് ചെയ്ത വെള്ളം വലിയൊരു ശതമാനം വലിയ സ്ഥാപനങ്ങളും കൂടുതൽ എന്ത് ചെയ്യണം, തിരിച്ചുപയോഗിക്കേണ്ടി വരും. അത് തിരിച്ചുപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് അത് പിന്നെ ഈ ഫ്ലഷിലോട്ടും അതോടുകൂടെ തന്നെ ഗാർഡനിങ്ങിലോട്ടൊക്കെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഫ്ലഷിലോട്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ പലപ്പോഴും എന്ത് ഇപ്പോൾ ഈ ഹോട്ടലുകൾ, റിസോർട്ടുകൾ മറ്റുള്ളൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും എല്ലാ സമയത്തും അവിടെ ഗസ്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ബാത്റൂമിലെ ഫ്ലഷ് ടാങ്കിലെ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ ഈ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമാണെങ്കിൽ അത് പിന്നെ വീണ്ടും സ്മെല്ലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് ഓസോണേറ്റ് ചെയ്ത വെള്ളമാണെങ്കിൽ അങ്ങനെ എത്ര ദിവസം കഴിഞ്ഞാലും അതിന് പ്രത്യേകിച്ചൊരു സ്മെല്ലോ കാര്യങ്ങളൊന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടില്ല. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാതെ നമുക്ക് ഇത് സീറോ ഡിസ്ചാർജിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മാർഗ്ഗമാണ് ഇത്. ഓസോൺ ഉപയോഗിക്കുമ്പോൾ മൊത്തത്തിലൊരു ഓക്സിഡേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ടേസ്റ്റ് നന്നാവും. അതോടുകൂടെ തന്നെ സ്മെല്ല് റിമൂവ് ആകുന്നുണ്ട്. അതോടുകൂടെ തന്നെ വെള്ളത്തിൻ്റെ പിന്നെ ക്ലാരിറ്റി ഒന്നും കൂടെ ക്ലിയർ ആവും. ഇത്തരം പ്രോസസ്സുകളും കൂടാതെ ഇപ്പോൾ A to Z ഡിസിൻഫെക്ഷനും മറ്റുള്ള ബാക്ടീരിയ മാത്രമല്ല വൈറസും പ്രോട്ടോസോവൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡിസിൻഫെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളോട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ സംശയങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾക്കോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അടുത്ത വീഡിയോകളിലും മറ്റുള്ളതും ഇതിനോട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു.